ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ ഒരു രാവിലെ ദിവസം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഇന്ന് എനിക്ക് ഓഫീസിൽ പോകേണ്ട ദിവസമാണ്, ശനിയാഴ്ചയാണ്. അതുകൊണ്ട് മോൾക്ക് സ്കൂളിൽ പോകണ്ട. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് വന്നു. രാവിലത്തേക്ക് പുട്ടാണിന്ന് ഉണ്ടാക്കുന്നത്. പുട്ടിൻ്റെ കൂടെ കടലയും പപ്പടവും ആകാമെന്ന് കരുതി. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ലഞ്ചിന് വേണ്ടിയിട്ട് ചക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചക്ക റെഡിയാക്കണം. ഇന്ന് ഞങ്ങൾക്ക് വലിയൊരു ചൂര മീനാണ് കിട്ടിയത്. അപ്പോൾ അമ്മ അത് കൊണ്ടുവന്ന് രണ്ടായിട്ട് മുറിച്ച് ക്ലീൻ ആക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം വലുതായ കാരണം ചട്ടിയിൽ കൊള്ളുന്നില്ല. അങ്ങനെ അതിനെ കട്ട് ചെയ്ത് മാറ്റി ശേഷം ഞാൻ അവിടെ എല്ലായിടവും ഒന്ന് ക്ലീൻ ആക്കി. മീനൊക്കെ എടുത്തതായത് കാരണം നന്നായിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി. ഇനി നമുക്ക് ചക്കയുടെ കാര്യങ്ങൾ നോക്കാം. ഇവിടെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ചക്ക. ചക്ക പഴുത്തതാണേലും ശരി, പച്ചയാണേലും ശരി, എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ ചക്ക എങ്ങനെ ഇഷ്ടമാണോ? ചക്ക അവിയൽ വെക്കണോ, ചക്ക ഉടച്ചു കറി വെക്കണോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു ആദ്യം. പിന്നെ ഫൈനലാക്കി ചക്ക ഉടച്ചു കറി തന്നെ വെക്കാം, അവിയൽ പിന്നെ ഒരു ദിവസം ആകാമെന്ന് കരുതി. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഓഫീസിൽ പോകുമ്പോൾ ലഞ്ച് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് നേരത്തെ ഇതൊക്കെ വെക്കുന്നത്. സമയം ഇപ്പോൾ ഒരു 7 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഏകദേശമുള്ള ഞങ്ങളുടെ ജോലികളൊക്കെ ഒരു 9 മണിക്ക് മുന്നേ തന്നെ കഴിയും, ചോറും കറികളും എല്ലാം. അപ്പോൾ അതേ ചക്ക ഞാനൊന്ന് കുക്കറിൽ വേവിക്കാൻ വെക്കാൻ പോവുകയാണ്. ഫുൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാം കുക്കറിലോട്ട് മാറ്റി. മോളെ ഒന്ന് ഉണർത്തിയെടുക്കണം. സാധാരണ സ്കൂളിൽ പോകുന്ന ദിവസം 6:30 ആകുമ്പോൾ അവൾ എഴുന്നേറ്റ് റെഡിയാകാറുണ്ട്. ഇന്നിപ്പോൾ അവധിയായ കാരണം കുറച്ച് നേരം കൂടെ കിടന്നോട്ടെ എന്ന് കരുതി. അങ്ങനെ അവൾ എഴുന്നേറ്റു. ബെഡൊക്കെ ഒന്നുകൂടെ ക്ലീൻ ആക്കിയിട്ട ശേഷം താഴെ വന്ന് ഞങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണ്. ചായ കുടിക്കുന്ന സമയത്ത് കല്യാണിക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ആ സമയത്ത് മത്സരം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ മിക്കവാറും പെട്ടെന്ന് ചായ കുടിക്കാറുണ്ട്. അതുകൊണ്ട് ആ സമയം എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ചായ കുടിക്കാറ്. പിന്നെ രാവിലെ സ്ഥിരം കല്യാണിക്കൊരു കാർട്ടൂണുണ്ട്, അത് കാണാറുണ്ട്. അല്ലാതെ മൊബൈൽ വേണമെന്നൊന്നും വാശിയൊന്നുമില്ല കേട്ടോ. നേരെ ഞാൻ പിന്നെ അടുക്കളയിലേക്ക് വന്നു. പുട്ടിനുള്ള പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് താളിച്ചിടണം. ഞാൻ ചെറിയൊരു കറിവേപ്പില നട്ടിട്ടുണ്ട്. അതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നേരം നന്നായിട്ട് വളർന്നു വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇതേ കറിവേപ്പിലയൊക്കെ കൊണ്ടുവന്നു. പയർ കടുക് വറുത്തിടുകയാണേ. എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കാം, സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ 3-4 ഞങ്ങൾ കുരുമുളകിൻ്റെ വള്ളി പടർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാ കുരുമുളകും നല്ല പരുവായി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ ഒരാൾ വന്ന് ഞങ്ങൾക്കതെല്ലാം റെഡിയാക്കി തന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നത് കൊണ്ടുപോയി കടയിൽ കൊടുക്കണം. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള കുരുമുളകുള്ളത് കാരണം ഞങ്ങൾ വീട്ടുപയോഗത്തിന് എടുത്തില്ല, കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോൾ മോക്കും കൂടെ വരണമെന്നുകൊണ്ട് പിണക്കമായി. പിന്നെ പെട്ടെന്ന് തന്നെ അവൾ റെഡിയായി ഞങ്ങൾക്കൊപ്പം ചാടിക്കയറി. കുരുമുളക് കൊടുക്കുന്നതിൻ്റെ അടുത്തായിട്ട് ഒരു ചന്തയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നേ. പച്ച മാങ്ങയൊക്കെ വേണമായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ അവിടെ എത്തിയിട്ടുണ്ട്. കുരുമുളക് കൊടുക്കുന്ന സ്ഥലത്തെത്തി. കുരുമുളകൊക്കെ കൊടുത്തു, പൈസയൊക്കെ മേടിച്ചു നേരെ ഞങ്ങൾ ചന്തയ്ക്കകത്തോട്ട് കയറി. അപ്പം രാവിലെ ആയ കാരണം വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വന്ന് പച്ച മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പപ്പടം മേടിക്കണമായിരുന്നു, പപ്പടം മേടിച്ചു. പിന്നെ ചെറിയൊരു കത്തി വാങ്ങണമായിരുന്നു, അതും മേടിച്ചു. എല്ലാം മേടിച്ചു. തിരിച്ച് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്കെത്തി. 2 സാധനങ്ങളും കൂടെ വാങ്ങാനുണ്ടായിരുന്നു. സത്യത്തിൽ അവിടെ വെച്ച് ഓർത്തതുമില്ല, പിന്നെ സമയവും ഇല്ലായിരുന്നു. പിന്നെ വീടെത്തിയ ഉടനെ തന്നെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് മോളെ പെട്ടെന്ന് കുളിപ്പിച്ച് റെഡിയാക്കി. ഭക്ഷണം കൊടുക്കണം. അവൾ ഭക്ഷണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിൽക്കുന്ന ദിവസമാണെങ്കിൽ തനിയെ കഴിച്ചോളും. പുട്ടിൻ്റെ കൂടെ പയറും പപ്പടവും പഴമൊക്കെ ആയിരുന്നു ഞങ്ങൾ കഴിച്ചത്. കല്യാണിക്കുട്ടി ഈ അടുത്താണ് പുട്ട് കഴിക്കാൻ തുടങ്ങിയത് തന്നെ. അവൾക്ക് പപ്പടവും പയറും പഞ്ചസാരയും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ടത് അവൾക്കും കൊടുത്തു. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ രീതിക്കും കഴിച്ചു. ഇനിയൊന്ന് പെട്ടെന്ന് എന്തൊക്കെയാണെന്ന് റെഡിയാക്കിയതൊന്ന് കാണിച്ചു തരാവേ. ആ ചക്ക കറി വെച്ചിട്ടുണ്ടായിരുന്നു, ആ കിട്ടിയ ചൂര വെച്ചു, ഒഴിച്ചുകറി ഉണ്ടാക്കി, പിന്നെ ചെറിയൊരു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. ഇതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ പോയി റെഡിയാവാനായിട്ട് പോയി. ഓഫീസിൽ പോകാനുള്ള സമയമായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഞാൻ റെഡിയായി. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ വേറൊരു വീഡിയോ ആയി പിന്നെ കാണാം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും കാണാം.